ഈ കൊട്ടാരത്തിനകത്ത് ആരൊക്കെ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്നും കാണുന്നില്ലല്ലോ. എന്തുപറ്റി? ഇവിടെ എന്താ ചെയ്യുന്നത്? ഒന്നുമില്ല കൊച്ചബ്ര. ഇവരെന്തിനാ എങ്ങനെ തുറച്ചു നോക്കുന്നേ? ഇനിയെങ്ങാനും സംശയം ഉണ്ടായി കാണോ? പോങ്ക, നീ എത്ര ശ്രമിച്ചാലും ശരി, രോജയുടെ സ്ഥാനം നിനക്ക് ഉണ്ടാവില്ല. മനസ്സിലായോ? ആരാ ഈ റോജ? അവീക്കിന്റെ ശരിക്കുള്ള പെങ്ങള്. നമ്മുടെ അവിക് ബന്നയ്ക്ക് ഞാൻ എല്ലാ സന്തോഷങ്ങളും നൽകും. 2 ദിവസത്തിനകം അവന്റെ മറക്കും. ഇനി നീ എത്ര ജന്മെടുത്താലും അവളെ തോൽപ്പിക്കാൻ പറ്റില്ല. അവളുടെ ജീവൻ പണയം വെച്ച് അവീക്കിന്റെ ജീവിതം രക്ഷിച്ചത് അത്രമാത്രം അവൾ ഇവനെ സ്നേഹിക്കുന്നേ. സമീർ, നിനക്ക് എന്റെ അവിക്കിന്റെ കാര്യത്തിൽ ഇത്രമാത്രം ശ്രദ്ധയുണ്ടായിരുന്നോ? രോജ, രോജ, നീ എവിടെ പോയത്? ഒരിക്കലും അവിക്കിനെ ഒറ്റയ്ക്കാക്കി പോവില്ല എന്ന് എനിക്ക് വാക്ക് തന്നതല്ലേ? എന്താ നീ തന്ന വാക്ക് മറന്നുപോയോ? ഒന്ന് പെട്ടെന്ന് തിരിച്ചു വാ റോജ. അവീക് നീഡ്സ് യു. ഞാൻ ഇവിടെ തന്നെ ഉണ്ട് സമീർ. ഞാൻ പറഞ്ഞ വാക്ക് ഒരിക്കലും തെറ്റിക്കില്ല. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് നിന്നോട് പോലും പറയാൻ പറ്റില്ല. ഹേ അവിക്, നിക്ക്. അല്ല, അവിക് ബന്ന സൂക്ഷിച്ച്. കണ്ടില്ലേ അവിക് ബന്ന എന്തുമാത്രം സന്തോഷത്തിലാണെന്ന്. നല്ല കാര്യം. കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് അവനിങ്ങനെ ഓടിക്കളിച്ച് ഞാൻ കാണുന്നത്. വളരെ സന്തോഷമുണ്ട്. ഇതെല്ലാം ആ പോങ്കായുടെ പണിയാ. നീ നോക്കിക്കൂ, കുറേശ്ശെയായിട്ട് നമ്മുടെ അവിക് ബന്ന ആ ചീത്ത ചേച്ചിയെ മറന്നു പോയിടും. പോങ്ക അവീക്കിനെ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടോന്നറിയില്ല. ഈ കാര്യം എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഒരുപക്ഷെ രോജ എവിടെയായിരുന്നെങ്കിൽ അവൾ ഇതന്നെയാണ് ചെയ്തിട്ടുണ്ടാവുക. ഞാൻ ആ പോങ്കേനെ ടെസ്റ്റ് ചെയ്തേ പറ്റും. അവിക് ബന്ന കളിക്കുന്നത് കണ്ടില്ലേ? അതിരിക്കട്ടെ, റോജയെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ? അവൾ ഏതോ ബന്ധുക്കാരുടെ വീട്ടിലാണ് ഇപ്പൊ താമസിക്കുന്നെന്ന് ഒരു അറിയിപ്പ് കിട്ടിയായിരുന്നു. അതും നല്ലതിന് തന്നെ. അവൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്നാ എന്റെ ആഗ്രഹം. എന്തൊക്കെയായാലും നമ്മുടെ ശരൺ ബണ്ണ അവൾക്ക് ഒരു മകളുടെ സ്ഥാനം നൽകിയിട്ടില്ലേ? എനിക്കും കാണണം പോങ്ക. നീ എത്രമാത്രം സത്യസന്ധനാണെന്ന് എനിക്കൊന്ന് കാണണം.
ഈ മുറിന്ന് പുക വരുന്നത്. പുക ഒരുപാട് വരുന്നുണ്ടല്ലോ. അവിക്ക് അകത്താണ്. അവൻ അപകടം. നമ്മൾ എങ്ങനെ അകത്തേക്ക് പോകും? അവിക് റൂമിനകത്തുണ്ടെന്നോ? രാജകുമാരനകത്തുണ്ട്. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? അവിടെ തീ. അകത്ത് കത്തിക്കൊണ്ടിരിക്കുക. ചെന്ന് അപകടത്തിൽ ചാടണ്ട. നോക്കേണ്ടത് എന്റെ കടമയാണ്. എന്നെ വിടൂ. രാജകുമാരൻ എന്തെങ്കിലും പറ്റിയ എന്റെ ജോലി തന്നെ തെറിക്കില്ലേ? അതുകൊണ്ടാ. അവിക് ബന്ന. ഇത് വെറും പാവയല്ലേ? ഇതാണല്ലോ കത്തുന്നത്. അങ്ങനെയാണെങ്കിൽ സമീർ അസാധ്യം തന്നെ. നീ എന്തൊരു ബ്രേവാ. നിങ്ങൾക്ക് ഇതൊക്കെ ഒരു തമാശയായിരിക്കാം. പക്ഷെ ഇവിടെ ശരിക്കും അവിക് ബന്ന ഉണ്ടായിരുന്നെങ്കിലോ? ആണെങ്കിൽ നീ എന്തിനാ ഇത്രമാത്രം പഠിക്കുന്നത്? അതിന് അവിക്ക് നിന്റെ ആരാ? അതെന്റെ രാജകുമാരൻ നോക്കേണ്ടത് എന്റെ കടമയാ. രാജകുമാരൻ എന്റെ എല്ലാം. റാണിയമ്മ എനിക്ക് എല്ലാ ചുമതലയും തന്നിട്ടുണ്ട്. ഞാൻ ജോലിക്കാരനാണെങ്കിലും ഞാൻ ഉത്തരവാദിത്തമുള്ള ആളാ. എന്റെ മുതലാളിക്ക് വേണ്ടി ഞാൻ എന്റെ ജീവൻ തന്നെ പണയം വെക്കും. നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ജീവൻ ചോദിക്ക്, ഞാൻ തരാം. പക്ഷെ ഇതുപോലെ തമാശ കാണിച്ച് എന്നെ പരീക്ഷിക്കരുത്. ഇൻട്രസ്റ്റിംഗ്. ഇവന്റെ വാക്കുകളിൽ വേദന അറിയുന്നുണ്ട്. എന്നാൽ ഇവൻ എൻ്റെ അടുത്ത് എന്തോ മറയ്ക്കുന്നുണ്ട്. അതെന്തായാലും കണ്ടുപിടിക്കണം. ഇതാണ് ശരിക്കുള്ള സമയം. അവരുടെ റൂമിൽ ചെന്ന് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും ഒരു തെളിവ് കിട്ടാതിരിക്കില്ല. അപ്പോഴേ എനിക്ക് ആരാണ് കിഡ്നാപ്പർ എന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കൂ. വാ, ഞാൻ നിനക്കൊരു പാർട്ടി തരാം. അതെന്ത് പാർട്ടിയാ? അല്ല, ഞാൻ കണ്ടക്ട് ചെയ്ത ടെസ്റ്റിൽ നീ അടിപൊളിയായിട്ട് പാസ്സാതില്ല. അതിന് എന്തായാലും പാർട്ടി വേണ്ടേ? ഇല്ല. പെട്ടെന്ന് എങ്ങനെ അവിക് ബന്നയ്ക്ക് എന്റെ സഹായം ആവശ്യം വന്നാലോ? അവൻ അവന്റെ റാണിയമ്മന്റെ കൂടെ അതുകൊണ്ട് ഒരു ആവശ്യമില്ല. നമുക്കതുകൊണ്ട് പാർട്ടി അല്ല. ഒരു മിനിറ്റ്. ഈ കൊലത്തിൽ എനിക്ക് നിന്നെ എങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കുറച്ച് കൂൾ ഡൂഡായിട്ട് വാന്നേ. നല്ല ട്രെൻഡിങ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. ഇതൊരുമാതിരി ജാമ്പോ അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടുണ്ട്. ഒരുമാതിരി സർക്കസിലെ ജോക്കറിനെ പോലെ. ശരി, ടെൻഷനൊന്നും ആവണ്ട. നീ തൽക്കാലം എൻ്റെ ഡ്രസ്സ് ഇട്ടോ. നിന്റെ ഫ്രണ്ട്ഷിപ്പ് ഒരു റോയൽ പേഴ്സൻ്റെ ഒപ്പാ. അവസരം മുതലൊക്കെ നിന്നെ കഴിച്ചിട്ടേ ഉള്ളൂ. ഇനിയും നിന്റെ റോയൽ പുരാണം കഴിഞ്ഞില്ല അല്ലേ? ആദ്യം ഈ ഡ്രസ്സ് അഴിക്ക്. അല്ല, വേറെ ഷർട്ട് ഇടണമെങ്കിൽ ഇതൊക്കെ നീ അഴിച്ചു വെക്കണ്ടേ? നീ എന്തിനാ ഇപ്പൊ പെമ്പിളരെ പോലെ ചിണുങ്ങുന്നത്? ഡ്രസ്സ് അഴിക്ക്. ചില ആളുകൾക്ക് ഇങ്ങനെ നാണമൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ കൊച്ചിലെ മുതൽ അങ്ങനെയുള്ള സ്വഭാവമുള്ള ആളാ. എടാ പോങ്ക, നിന്റെ അടുത്ത് എന്തോ ഉണ്ട്. നിന്നെ കളിയാക്കുമ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആ. ഇങ്ങോട്ട് നോക്കിയാൽ ഇതൊക്കെ ഞങ്ങളുടെ ജോലി മാത്രമാ. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കും, മറ്റുള്ളവരെ ചിരിപ്പിക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ. നിന്റെ ഈ ചിരി ഉണ്ടല്ലോ, പെമ്പിള്ളേരുടെ സ്മൈൽ പോലെ ഉണ്ട്. പിന്നെ നിങ്ങൾ എന്നെ കളിയാക്കുന്നോ? ഞാൻ പെൺകുട്ടിയൊന്നുമല്ല, ഞാൻ ആൺകുട്ടിയാ. എല്ലാ കലാപരിപാടികളും കാണിക്കും, അതുപോലെ നന്നായിട്ട് വഴക്കിടാനും അറിയാം. അതിന്റെ പ്രൂഫ് എവിടെ? എന്ത് തെളിവ്? ആണത്വത്തിന്റെ ആധാരം ഇതാണ്. കണ്ടില്ല എന്റെ മസിൽസ്. കമോൺ, ഇപ്പൊ നിന്റെ ടേണോ. അഴിക്ക്.
അതൊന്നും അങ്ങനെ കാണിക്കേണ്ട കാര്യമല്ല. സത്യം പറഞ്ഞാ ഞാൻ ആരുടെ മുമ്പിൽ വെച്ച് അങ്ങനെ ഡ്രസ് ഒന്നും ഊരാറില്ല. നീ എന്തിനാ ഇത്രമാത്രം ഇവിടെ ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്നേ? സമീറിന് ഡ്രാമയൊന്നും ഒട്ടും ഇഷ്ടമല്ല. പെട്ടെന്ന് ഷർട്ട് അഴിച്ചതിന്റെ മനസ്സിൽ കാണിക്ക്. ആ ദേ ഞാനെങ്ങാനും ഷർട്ട് അഴിച്ചൊന്ന് വിചാരിക്ക്, നിന്റെ ആണത്വം എന്റെ ആണത്വത്തിന് മുന്നിൽ തീർന്നു പോവും. അതുകൊണ്ടാ ഞാൻ ചെയ്യാത്തെ. ഒരു നോട്ടം പുറത്തംകാരനായിട്ട് നീ എന്നെ ചലഞ്ച് ചെയ്യണം? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആണത്തം കാണിക്കാൻ വേറെയും വഴികളുണ്ട് സമീർ ബന്ന. ബലം കാണിച്ചാലോ? നീ എന്നോടാണോ ശക്തി കാണിക്കാൻ പോകുന്നത്? പിന്നല്ലാതെ. നീ തോറ്റാൽ ഷർട്ട് അഴിക്കണം. സമ്മതമാണ്. ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് സമീർ ബന്ന. ഒരു നാടോടിയുടെ മുന്നിൽ തോറ്റ് വെറുതെ നാണം കേടണ്ടല്ലോ. ഇവിടെ മസിൽസ് വെറുതെ ഉരുട്ടിക്കേറ്റതല്ല. നിന്നെ തോൽപ്പിക്കാൻ എനിക്ക് 2 മിനിറ്റ് പോലും തികച്ചാവില്ല. വളരെ നല്ല കാര്യം. 1 2 3 സ്റ്റാർട്ട്. ചാട്ട്. എന്തൊറ്റി? ക്ഷണിച്ചോ? പവറൊക്കെ പോയോ? പറ. പതുക്കെ മതി. ഇതുണ്ടല്ലോ. ശരി, എന്നാ വാ ഒന്നും കൂടി ട്രൈ ചെയ്യാം. Come on. Hey. ജയിക്കണമെന്ന് പറഞ്ഞു, ഞാനിതാ ജയിച്ചു. ചീറ്റിംഗ് ഇത് ജയിച്ചിട്ട് കൂടുതൽ ന്യായീകരിക്കണ്ട കേട്ടോ. ജയിക്കണം എന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ഞാൻ ജയിച്ചു. ഇനി ഇത് ചീറ്റിംഗ് ആണെന്ന് താങ്കൾക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് റാണിയമ്മയോട് ചോദിക്കാന്നേ. പക്ഷെ ഇതിൽ ചെറിയൊരു റിസ്ക് ഉണ്ട്. ഒരു നാടോടിയുടെ മുന്നിൽ നിങ്ങൾ തോറ്റു എന്ന കാര്യം എല്ലാവരും അറിയും, അത്രേ ഉള്ളൂ. ഈ പോങ്കാനെ ഞാൻ വെറുതെ വിടില്ല. ഇനി അഴിക്ക്. ഷർട്ട് അഴിക്കാൻ മടിയായിട്ടല്ലേ നീ ചീറ്റിംഗ് ചെയ്തത്? കമോൺ, നിന്റെ ഷർട്ട് അഴിക്ക്. സമീർ ബന്ന. ഞാനിനിപ്പോ എന്ത് ചെയ്യും? രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലല്ലോ. ഞാനിവിടുന്ന് ഓടിപ്പോയി കഴിഞ്ഞാല് ഇവർക്ക് എന്തായാലും സംശയം വരും. എന്ത് ചെയ്യും? എന്തൊരു മര്യാദകേടാണിത്. ഇങ്ങനെയൊക്കെ ആരെങ്കിലും മീത്ത് വെള്ളം കോരി ഒഴിക്കാമോ സമീർ? പെട്ടെന്ന് എന്തെങ്കിലും ആലോചിച്ചേ പറ്റൂ. ബക്കറ്റ് റാണി, ബക്കറ്റ് റാണി, പോകുന്ന സ്ഥലത്തെല്ലാം കുറുമ്പ് കാണിക്കും. ബക്കറ്റ് റാണി, ബക്കറ്റ് റാണി, ഇനി എങ്ങാനും പെട്ടാലോ അവിടുന്ന് രക്ഷപ്പെടും. ഇതെന്താ ഇതൊക്കെ സമീർ ബന്ന? നീ എന്തിനു വെറുതെ ആവശ്യമില്ലാതെ ഇയാളെ ശല്യപ്പെടുത്തുന്നത്? അവൻ അവന്റെ ജോലി ചെയ്യട്ടെ. അമ്മായി, ഈ നിൽക്കുന്ന പോങ്ക വലിയ ഉടായിപ്പാ. അതൊക്കെ അങ്ങ് മറന്നേക്ക് സമീർ ബന്ന. സത്യം പറഞ്ഞാ നിങ്ങള് വളരെ തമാശക്കാരനാ. കുട്ടിക്കളിയെല്ലാം കഴിഞ്ഞോ അപ്പോ? അതുപോലെ നീ മുഖത്തുനിന്ന് ആ പാത്രം എടുത്തങ്ങ് മാറ്റ.
വേണമെങ്കിലൊക്കെ മാറ്റാം. പക്ഷേ നമ്മുടെ അവിക് ബന്നയ്ക്ക് അത് ഇഷ്ടമല്ലല്ലോ. ശരി, ഇതൊക്കെ കണ്ട് ഇനി അവന് സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ തുടർന്നോളൂ. അത് ഞാനും ആഗ്രഹിക്കുന്നത് ഇവന്റെ സന്തോഷം തന്നെയാ. നല്ലത്, ഇത് തന്നെയാണല്ലോ എന്റെ ജോലി. വരൂ അവിക് ബന്ന. ഇതെന്താ ഇതൊക്കെ? ഈ പൂങ്കാറാമിന് എന്തോ ഒരു ചുറ്റിക്കളിയുണ്ട്. അതെന്തായാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. നിനക്ക് ഒരിക്കലും രോജയുടെ സ്ഥാനം കിട്ടില്ല. ഇന്ന് ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. തക്ക സമയത്ത് തന്നെ അവിക്ക് അങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ ഞാൻ ശരിക്കും പിടിക്കപ്പെട്ടേനെ. തലയൊക്കെ ആകെ നനഞ്ഞിരിക്കുകയാണല്ലോ. ആദ്യം മുടിയൊക്കെ ഒന്ന് ഉണക്കാം. ആരാ? വല്യമ്മയാണല്ലോ വിളിക്കുന്നത്. ഹലോ ഹലോ റോജ, നീ എവിടെയാ? നീ പോയതിനു ശേഷം ഒരു ഫോൺ കോള് പോലും ഇല്ലല്ലോ. സോറി വല്യമ്മേ, ഇവിടെ നിന്ന് എനിക്ക് വിളിക്കാൻ സമയം കിട്ടിയില്ല, അതിന് സാഹചര്യം കിട്ടിയില്ല. നോക്ക്, ഒരു കാരണവും എനിക്ക് കേൾക്കണ്ട. ഞാൻ എന്തുമാത്രം പേടിച്ചെന്ന് നിനക്ക് അറിയാമോ? എനിക്കും ഇവിടെ ടെൻഷൻ തന്നെയാ. സമീർ അവൻ എന്നെ വെറുതെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുക. ആവശ്യമില്ലാതെ പുറകെ നടക്കുക, സംശയിക്കുക. അവനെ പിടിച്ച് രണ്ടെണ്ണം കൊടുക്കാൻ എനിക്ക് തോന്നുന്നത്. അല്ല, നീ ഇത്ര തിരക്കിട്ട് എങ്ങോട്ടേ പോകുന്നേ? അല്ല അമ്മായി, അത് മാത്രമല്ല, നീ എന്തിനാ ചെക്കനെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നേ? ആ പാവം അവന്റെ ജോലി ചെയ്യുന്നതല്ലേ ഉള്ളൂ. ജോലിയോ? അവൻ ഇവിടുത്തെ രോജയുടെ സ്ഥാനം കൈക്കലാക്കാൻ നോക്കാം. ആണെങ്കിൽ നീയും കണ്ടതില്ലേ അവിക് ബന്നയെ? എത്ര സന്തോഷത്തോടെയാ ചെക്കന്റെ കൂടെ അവൻ കളിക്കുന്നത്. ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെയധികം കംഫർട്ടബിൾ ആയിരിക്കുകയാണ് അവിക് അവന്റെ കൂടെ. എക്സാക്ട്ലി, അതിനാണ് എന്റെ സംശയം. ഇത് എങ്ങനെ സംഭവിക്കുമെന്ന്. അവി രോജയുടെ കൂടെയായിരുന്നു എപ്പോഴും കംഫർട്ടബിൾ. പക്ഷെ ഇപ്പോഴാണെങ്കിൽ അവൻ രോജനെ തന്നെ മറന്നു. എനിക്ക് തോന്നുന്നത് റോജയുടെ കാര്യത്തിൽ അവിക് ബന്നയേക്കാൾ കൂടുതൽ ടെൻഷൻ നിനക്കാണുള്ളതെന്നാ. സാരില്ല, ആവട്ടെ, ഇറ്റ്സ് ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ കണ്ടുപിടിക്കാം നിനക്ക് വേണ്ടി. സത്യമായിട്ടാണോ അമ്മായി? യു ആർ ദി ബെസ്റ്റ്. ഐ ലവ് യു, ലവ് യു, ലവ് യു, ലവ് യു, ലവ് യു സോ മച്ച് ഡിയർ. എനിക്ക് അപ്പോഴേ അറിയാം അമ്മായി വളരെ സോഫ്റ്റ് ആണെന്ന്. നിങ്ങൾക്ക് രോജനെ കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടെന്ന്. അതെ, ടെൻഷനുണ്ട്, നല്ല ടെൻഷനുണ്ട് അവളെ ഓർത്ത് എനിക്ക്. എന്തായാലും നീ ഇപ്പൊ ചെന്ന് നന്നായി റെസ്റ്റ് എടുക്ക. റോജയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഞാൻ ഉടനെ തന്നെ അത് നിന്നെ അറിയിക്കുന്നതായിരിക്കും. താങ്ക് യു അമ്മായി. ബൈ. റോജ റോജ റോജ, അവൾ എന്തായിരിക്കും ചെയ്യുന്നത്? അവൾ ഇതുവരെ വന്നില്ലേ? ഈ അവിക് ബന്നയെ അന്വേഷിച്ച് ഈ കൊട്ടാരത്തിൽ അങ്ങനെയാണെങ്കിൽ അവൾ എന്തോ ഒന്ന് കാര്യമായി പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അത് ഉറപ്പാണ്. ഏത് രീതിയിലും എനിക്ക് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ ആ റോജ ഈ സമയത്ത് എവിടെയാണുള്ളതെന്നുള്ള കാര്യം. ഞാൻ എവിടെ ഇരിക്കുന്നെന്ന് ആർക്കറിയില്ല വല്യമ്മ. ഓൾ സെറ്റ്. ഞാനിവിടെ സുഖമായിട്ടിരുന്നിട്ട് എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ആ ഫൈനല് സമീർ, അവൻ ആവശ്യമില്ലാതെ എന്റെ പുറകെ നടക്കുന്നത്. അത്രയ്ക്ക് നിന്നെ കഷ്ടപ്പെടുത്തുന്നുണ്ടോ? ശരി, നിക്ക്, ഞാൻ സൂര്യനെ അയക്കാം. അവന്റെ മുഖത്ത് എറിഞ്ഞു കൊടുക്ക. അത് ഒരു തവണ വീഴുന്നതിന് ശേഷം നോക്കിക്കോ, അവന്റെ മുഖത്ത് വെള്ളം തളിച്ചാൽ പോലും അവന് എഴുന്നേൽക്കാൻ പറ്റില്ല. അയ്യോ വേണ്ട വല്യമ്മ, സമീറിനെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവനെന്നെ ശല്യപ്പെടുത്തുന്നുള്ള കാര്യം സത്യ. പക്ഷേ അവൻ വളരെ നല്ലവനാ, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. അവനെ കോമാളി അറിയില്ല, പക്ഷേ അവന് റോജയെ നന്നായിട്ട് അറിയാം. രോജ, വല്യമ്മ ഫോണേക്ക് ഞാൻ വിളിക്കാം. കേട്ടിട്ടത് രോജയുടെ ശബ്ദമാണല്ലോ. രോജ തിരിച്ചു വന്നോ? ഓ നോ, സമീർ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. രോജ, 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 നീ എവിടെയാ? അയ്യോ, ഞാൻ എന്ത് പൊട്ടത്തരം കാണിച്ചേ. ആ കോമാളിയുടെ തലപ്പാവ് ഞാൻ അവിടെ തന്നെ വെച്ചല്ലോ. അതെങ്ങാനും സമീർ കണ്ട പിന്നെ എന്റെ കാര്യം പോക്കാം. ഞാൻ നിന്റെ ശബ്ദം നന്നായിട്ട് കേട്ടു രോജ. നീ എവിടെയാ?
രോജ, സമീറേട്ടാ, സമീറേട്ടാ എവിടെയാ ഉള്ളേ? ഒന്ന് ഇവിടേക്ക് വാ. ദിയ, അപ്പൊ ദിയ രോജനെ കണ്ടോ? ദിയ, ആ കോമളിയുടെ ഗെറ്റപ്പ് നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നോ. അല്ലെങ്കിൽ തന്നെ സമീറിന് എന്നോട് ഭയങ്കര സംശയം. എങ്ങനെയെങ്കിലും ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയേ പറ്റൂ. അവന്റെ മുമ്പിൽ എങ്ങനെ ചെന്നുവിട്ട പിന്നെ തീർന്നു. ദിയ, നീ രോജനെ കണ്ടായിരുന്നോ? റോജയോ? അവളെന്താ ഇങ്ങോട്ടേക്ക് വരുന്നേ? അല്ല, ഞാൻ അവളുടെ ശബ്ദം കേട്ടതാ. അവൾ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് എന്താ പറ്റിയേ? റോജ എപ്പോഴാണോ ഈ കൊട്ടാരം വിട്ടു പോയത്? അപ്പൊ മുതൽ നീ അവളുടെ പേര് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ അവളെ വെറുത്ത് വെറുത്ത് അവളുടെ മേലെ നിനക്ക് പ്രണയമായോ? നീ എന്തൊക്കെയാ പറയുന്നത് ദിയ? എനിക്ക് അവളെ കുറിച്ച് ആലോചിക്കുമ്പോ വിഷമാണ്. അവൾ എവിടെയാണെന്ന് അറിയില്ല, ഫോൺ വിളിച്ചെടുക്കുന്നില്ല. ഒരു പെൺകുട്ടി കാണാണ്ടായ വിഷമം ഉണ്ടാവില്ലേ? അവളെ വിളിച്ച ഫോണ് കിട്ടില്ലെന്ന് അറിയില്ലേ നിനക്ക്? എന്നോടൊരു കാര്യം സത്യം പറ, നീ അവൾക്ക് എത്ര തവണ വിളിക്കുന്നുണ്ട് ഒരു ദിവസം? അതൊന്നുമില്ല. എന്റെ തലപ്പാ ഊരി കഴിഞ്ഞാൽ ഞാൻ കോമളില്ല, റോജ എന്നിവന് മനസ്സിലാവും.